കുറച്ച് മാസങ്ങൾക്ക് ഇടവേളയ്ക്ക് ശേഷം നാട്ടിലോട്ട് പോവാണ്. ചേച്ചി ബേബി 3 മാസത്തിന് ശേഷം വന്നതാണ്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞു അല്ലേ ചേച്ചി പോവാൻ വീട്ടിലോട്ട്. അപ്പൊ ഞങ്ങള് പോട്ടെ, ലേറ്റായി. ബേബിയുടെ ഫസ്റ്റ് വെക്കേഷൻ അരിച്ചു പൊളിക്കണം അല്ലേ ഷെറു? ഞങ്ങൾ തമ്പായുടെ അടുത്തൊക്കെ പാത്തിച്ച് ഇറങ്ങാണ്. ദീപക്കാട്ടോ ഞങ്ങളെ കൊണ്ടുവന്നാക്കാനായിട്ട് വരുന്നത്. ഞങ്ങളങ്ങനെ എയർപോർട്ടിൽ എത്തിട്ടോ. ഇനി അകത്തോട്ട് കയറാൻ പോവാ. നമ്മളെങ്ങോട്ട് പോണേ? എവിടെ പോവാ? ആരെ കാണാൻ പോണേ? ശരി ബേബി, ടാറ്റ പോവാനാ? ശരി ടാറ്റ പോവാണ്. ടാറ്റ. ശരി ടാറ്റ. ടാറ്റ. ചെക്കിനൊക്കെ കഴിഞ്ഞ് നേരെ ഉള്ളിലോട്ട് പോവാണ്. നമ്മളിപ്പോൾ ലോഞ്ച് അന്വേഷിച്ച് നടക്കുകയാണ്. ലോഞ്ചിൽ കയറാമെന്ന് വിചാരിച്ചു. കുറച്ച് ടൈമും കൂടെ ഉണ്ട് നമുക്ക്. അപ്പോൾ ലോഞ്ചിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കും. ടൈം അനുസരിച്ചിട്ട് നോക്കും. സമയത്ത് ഞങ്ങൾ ലോഞ്ചിലൊക്കെ കയറി ഇറങ്ങി. തിരിച്ച് ഇവിടെ എത്തി. ഗേറ്റിൽ ഇതാണ് ഗേറ്റ്. B14 ഗേറ്റ്. സേറമോള് ഉറങ്ങി. എൻ്റെ ഇടയിൽ ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അധികം നേരം അവിടെ ഇരുന്നില്ല, പെട്ടെന്ന് പോകുന്നു ലോഞ്ചിൽ നിന്ന്. ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. പണി തുടങ്ങി. പാല് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇത് സേറ ബേബിക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയതാട്ടോ. ഒരു സോഫ്റ്റ് ടോയും പിന്നെ എന്തോ ക്രീമൊക്കെ ആയിരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് മൂവായി. ഇനിയപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. കൊച്ചിയിൽ ലാൻഡ് ചെയ്തതിന് ശേഷം കാണാം. ഇത് ഫ്രണ്ടിലെ തന്നെ സീറ്റാണ്. കാരണം കൊണ്ട് ഉറങ്ങാം. സേറമോള് ഫ്ലൈറ്റിൽ കയറിയ ടൈമിൽ ഉറങ്ങിയെങ്കിലും പിന്നെ അങ്ങോട്ട് എണീറ്റിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ ഒരു 6-6:30 വരെ കരച്ചിൽ തന്നെയായിരുന്നു. ഈ ഫ്ലൈറ്റിൽ എല്ലാവർക്കും ഫോട്ടോ എടുത്ത് തരും കേട്ടോ. Servi.
വിധരാണ്. സേരമോള് ഒരു രക്ഷയില്ല, കരച്ചിൽ തന്നെ കരച്ചിൽ. അങ്ങനെ അവസാനം സേരമോളൊന്ന് ഉറങ്ങി. നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തേക്കാണ് ഫ്ലൈറ്റ്. അങ്ങനെ വീണ്ടും തിരിച്ച് കൊച്ചി തിരുവനന്തപുരം. ഫ്ലൈറ്റൊക്കെ ഇറങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുക. മൈഗ്രേഷൻ നമ്മൾ ബാഗൊക്കെ കളക്ട് ചെയ്ത് കുപ്പിയൊക്കെ എടുത്തിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. ഇറങ്ങി നോക്കട്ടെ. ഉറങ്ങിയിട്ടില്ലേ രാത്രി? കൊച്ചിനെ ഹാൻഡ് ഓവർ ചെയ്തു. ഇതിലേ കിടക്കാം. അപ്പോൾ വീഡിയോ സംഭവിച്ചാൽ ഇത്രയുള്ളൂ. ഞങ്ങളുടെ നാട്ടിലെത്തി, വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ. ഓക്കെ, എല്ലാവർക്കും ബൈ. നാട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയിക്കാം ഓരോന്നോരോന്ന്. ചേച്ചു ഹിന്ദുവിനെ മാത്രമായിട്ട് പിടിച്ചിട്ടില്ല. ചേച്ചു ചേച്ചു ശരിയായിക്കോളും. ദീപക്കിന്റെ അടുത്ത് ചെറുതായിട്ട് ശരിയായിട്ട് വന്നിട്ടുണ്ട്. പോയോ